നമസ്കാരം. ഇന്ന് നാം ഖാദി ബോർഡ് LDC പ്രിലിമിനറി എക്സാമിൻ്റെ സ്റ്റേജ് 5ൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ആൻസർ ചെയ്യുന്നത്. 13/2024. ചോദ്യം നമ്പർ 1. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് ആര്? ഓപ്ഷൻ ഡി ശ്രീ യു ഷറഫലി. ചോദ്യം നമ്പർ 2. ചന്ദ്രയാൻ 3ൻ്റെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ബി ഷെയ്പ്പ്. താഴെ തന്നിരിക്കുന്നതിൽ ചന്ദ്രയാൻ 3യുടെ ലാൻഡറിലെ പേലോഡുകളിൽ ഉൾപ്പെടാത്തതാണ് ചോദ്യം. അതാണ് ഓപ്ഷൻ ബി ഷെയ്പ്പ്. അടുത്ത ചോദ്യം. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി പി വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സല. അടുത്ത ചോദ്യം. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ EMS നമ്പൂതിരിപ്പാട്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച സേതുവിൻ്റെ കൃതികളിൽ പെടാത്തത് ഏത്? കൃതികളിൽ പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നിഴലുറങ്ങുന്ന വഴികൾ ആണ് അത്. അടുത്ത ചോദ്യം. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏത്? ഓപ്ഷൻ ബി ഓഗസ്റ്റ് 23. ഇന്ത്യ ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിനമാണ് ഓഗസ്റ്റ് 23. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആര്? TK മാധവൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവൻ. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? സ്വാമി വിവേകാനന്ദൻ. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ ആദ്യകാല സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്ന വൈകുണ്ഠസ്വാമികളുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെല്ലാം? 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്ന് വിളിച്ചു. സമപന്തി ഭോജനം സംഘടിപ്പിച്ചു. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചു. 3 മാത്രമാണ് അതിൽ ഉൾപ്പെടാത്തത്. അതായത് മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പ്രഖ്യാപിച്ചു. 3ാമത്തത് മാത്രമാണ് തെറ്റായിട്ടുള്ളത്. മറ്റു 3 ശരിയാണ്. അടുത്ത ചോദ്യം. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഏത്? ഗോദാവരി. ഉപദ്വീപീയ നദികളിൽ വെച്ച് ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി. പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏവ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കൂടുതലാണ്. അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. ശരിയായത് ഓപ്ഷൻ ബി 2, 3. 2, 3 പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. താരതമ്യേന വീതി കൂടുതലാണ്. അടുത്ത ചോദ്യം. ഇന്ത്യയിൽ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം? 1853. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ഏത്? ജാറിയ. 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ഇരുമ്പുരുക്ക് ശാല? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, റൂർക്കല. റൂർക്കലയിലുള്ള ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡാണ് 1959 ജർമ്മൻ സാങ്കേതിക സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം. കരിമ്പ് ഉത്പാദനത്തിൽ 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏത് ദേശീയ ജലപാതയിൽ പെടുന്നു? ദേശീയ ജലപാത 3.
ഇന്ത്യയുമായി വടക്ക് പടിഞ്ഞാറ് അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? അഫ്ഗാനിസ്ഥാൻ. യങ് ഇന്ത്യ പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? രാജാറാം മോഹൻ റായ്. ബാക്കി ചോദ്യങ്ങൾ അടുത്ത ദിവസം നോക്കാം. നന്ദി.